നാല് നായന്മാർ പോയാൽ എൻ.എസ്.എസിന് ചുക്കും സംഭവിക്കില്ല എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറിയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും എന്നും അദ്ദേഹം പറയുന്നു. നാട്ടിൽ പലയിടത്തും എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സുകളും അശ്ലീല വിധികളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. എൻ.എസ്.എസ് എന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് നാം ഓർക്കണം. എൻ.എസ്.എസിൽ പല രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന പല ആളുകളുണ്ട്. അത് കോൺഗ്രസ്സിലായാലും ബി.ജെ.പിയിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കേരള കോൺഗ്രസ്സിലായാലും ആർ.എസ്.പിയിലായാലും അങ്ങനെ പല രാഷ്ട്രീയ തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന പല ആളുകൾ വർക്ക് ചെയ്യുന്നു. പല ആളുകളുടെ ഒരു വിഭാഗം ആണ് എൻ.എസ്.എസിൽ ഉള്ളത്. അങ്ങനെ വച്ച് നോക്കുമ്പോൾ എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ഇന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരം തന്നെയാണ്. അദ്ദേഹത്തിനൊരു പാർട്ടിയെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് മറ്റ് സമുദായത്തിലുള്ള മറ്റംഗങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളെ ഹനിക്കുന്നതിന് തുല്യം കൂടിയാണ്. പ്രത്യേകിച്ച് ആ പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായം തുറന്നു പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരഭിപ്രായമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാം എങ്കിൽ കൂടിയും ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്ത രീതിയിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് എൻ.എസ്.എസ് പോലൊരു സമുദായ സംഘടന ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ അത് വച്ച് നോക്കുമ്പോൾ സമദൂരം എന്ന ആശയം തന്നെയാണ് എപ്പോഴും എൻ.എസ്.എസിനെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം. ആ സമദൂരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ഇഷ്ടമുള്ള വോട്ടവകാശം രേഖപ്പെടുത്താൻ കഴിയും. ഇനി ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു സമുദായ നേതാവിനും നിഷ്കർഷിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ആ സമുദായത്തിലുള്ള എല്ലാ അംഗങ്ങളും കേൾക്കണമെന്നുമില്ല. ആ സമുദായത്തിലെ അംഗങ്ങളുടെ വിഭിന്നമായ താല്പര്യങ്ങളാണ് ഓരോ ഇലക്ഷനിലും പ്രതിഫലിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പാർട്ടിക്ക് അനുകൂലമായ രീതിയിൽ ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ പ്രതികൂലമായ രീതിയിൽ സംഭവിക്കാം. എന്തു തന്നെയായിരുന്നാലും ഒരു സമുദായത്തിൽ നിൽക്കുന്ന ഒരു സമുദായ നേതാവ് ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടുള്ളതല്ല.